ഹായ് ഓൾ, എൻ്റെ പേര് രജീഷ് രാധാകൃഷ്ണൻ. ഞാനൊരു ആലപ്പുഴക്കാരനാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 2-2.5 വർഷമായിട്ട് സൈലം ലേണിങ്ങിനൊപ്പം ഇവിടെ കോഴിക്കോട് തന്നെയുണ്ട്, കോഴിക്കോടുകാരനായിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 8 വർഷമായിട്ട് ഞാനിവിടെ എൻട്രൻസ് ഫീൽഡിൽ കേരളത്തിൽ 1-2 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്തു. എൻ്റെ 3ാമത്തെ എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സൈലം ലേണിംഗ്. ഇതിനു മുമ്പ് വർക്ക് ചെയ്ത പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമായി കമ്പയർ ചെയ്യുന്ന തരത്തിൽ പോലുമല്ല ഞാനിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നത്. കമ്പയറബിൾ പോലും അല്ലാത്ത രീതിയിലാണ് റൈറ്റ് നൗ ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്തത്. അപ്പം എൻ്റെ ഇവിടുത്തെ എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യുക എന്ന ഒരു ആഗ്രഹത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ 7 വർഷക്കാലമായി ഞാൻ എൻട്രൻസിന് വർക്ക് ചെയ്തു. ഇതെൻ്റെ 8ാമത്തെ വർഷമാണ്. അപ്പം ഞാൻ സൈലത്തിൽ ജോയിൻ ചെയ്തിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു റൈറ്റ് നൗ ഞാൻ 3ാമത്തെ അക്കാഡമിക് ഇയറിലാണ് നിൽക്കുന്നത്. 3ാമത്തെ ബാച്ചിനെയാണ് ഇപ്പോൾ കറൻ്റ്ലി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ ഇതിനു മുമ്പൊക്കെ പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്തപ്പോഴും എന്താ പറയുക, ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഒരു ജൂനിയർ അധ്യാപകനാണ്. 7 അല്ലെ 8 വർഷം എന്ന് പറയുന്നത് എൻട്രൻസ് ഫീൽഡിൽ വലിയൊരു എക്സ്പീരിയൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പല അധ്യാപകരും ഏകദേശം എൻ്റെ പ്രായമുള്ള എൻ്റെ ഏജ് വരുന്ന എക്സ്പീരിയൻസ് ഉള്ള കുറേ അധ്യാപകർക്കൊപ്പം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് ഇവരുടെ കൂടെ വർക്ക് ചെയ്തപ്പോൾ മനസ്സിലായൊരു കാര്യം, ഇതിനു മുമ്പ് പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, അയ്യോ ഇത് വലിയ സീനിയർ അധ്യാപകനാണല്ലോ, എനിക്കത് അപ്രോച്ചബിൾ ആണോ, ഇനിയും ചിലർ മിണ്ടിയാൽ തന്നെ ആ ആളോട് നമുക്ക് സംസാരിക്കാമോ, പോയി മിണ്ടാൻ പോലും ഭയമുണ്ട്. കാരണം അതിൽ ചില അധ്യാപകരൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുള്ളവരായിരുന്നു. എന്നെ പഠിപ്പിച്ച അധ്യാപകരുടെ കൂടെ വർക്ക് ചെയ്യാൻ പോലുള്ളൊരു സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ട്. അന്നൊക്കെ ഒരു ഭയമുണ്ട്, കാരണം ഞാനൊരു ജൂനിയർ അധ്യാപകനാണ്, എനിക്ക് അവരിലേക്ക് എത്തിപ്പെടാൻ പറ്റുമോ എന്നൊക്കെ ഒരു ചിന്ത. പിന്നെ ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ അതിങ്ങനെ ആയിരിക്കണം, നമുക്കൊരു ചട്ടക്കൂടുണ്ടല്ലോ, ഒരു അധ്യാപകൻ ഇങ്ങനെ വേണം എന്നൊക്കെ നമ്മൾ പണ്ട് തൊട്ടേ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ടെൻഷനൊക്കെ എൻ്റെ മനസ്സിലും ആദ്യമൊക്കെ ഈ ടീച്ചിങ് ഫീൽഡിലേക്ക് എത്തിയപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ സൈലം ലേണിങ്ങിൽ വന്നു കഴിഞ്ഞപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഒരു അധ്യാപകൻ ഇങ്ങനെ തന്നെ വേണം എന്നൊരു റൂൾസ് ഉള്ളതായിട്ട് ഞാൻ ഇവിടെ എങ്ങും തന്നെ കണ്ടില്ല. എനിക്ക് തോന്നുന്നു അധ്യാപകന് ഒരുപാട് കുറേ ക്വാളിറ്റികൾ വേണ്ട ഒരു ജോലി തന്നെയാണ് ഈ അധ്യാപനം. ഇതിലെ എല്ലാ ക്വാളിറ്റീസും നമുക്ക് ഓരോരുത്തർക്കും എല്ലാ മനുഷ്യനും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അതിൽ കുറേ നല്ല ക്വാളിറ്റീസ് എന്തായാലും നമുക്ക് വേണം. എനിക്ക് തോന്നുന്നു എൻട്രൻസിന് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനെ സംബന്ധിച്ച് ആ ആൾക്ക് വേണ്ട നമ്പർ 1 ക്വാളിറ്റി എനിക്ക് തോന്നുന്നു കണ്ടൻറ്റ് നന്നായിട്ട് ഡെലിവറി ചെയ്യാനുള്ള, അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ്, നമുക്കറിയാവുന്നൊരു കോൺസെപ്റ്റ് കുട്ടികളിൽ എത്തിക്കുക, അത് നിങ്ങൾക്കുണ്ടോ, അല്ലെങ്കിൽ അത് ഒരു അധ്യാപകനുണ്ടോ. എനിക്ക് തോന്നുന്നു സൈലം ലേണിംഗ് ഈ ഒരു കാര്യം മാത്രമാണ് നോക്കുന്നത്. നമ്മുടെ മുമ്പിൽ നമ്മളെ വിശ്വസിച്ചിരിക്കുന്ന വിദ്യാർത്ഥിയെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമ്മുടെ കയ്യിലുള്ള കണ്ടൻറ്റും അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കോൺസെപ്റ്റ് അവരിലേക്ക് എത്തിക്കാൻ നമ്മൾക്ക് കഴിയുന്നുണ്ടോ. ഈ ഒരു കാര്യത്തിൽ നമ്മൾ പെർഫെക്റ്റ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു സൈലം ലേണിംഗ് ഈ കേരളത്തിലെ അല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും നല്ല ഫ്രണ്ട്ലി ആയിട്ടൊരു അറ്റ്മോസ്ഫിയർ തരുന്ന ഒരു സ്ഥലമാണ് സൈലം ലേണിംഗ് എന്ന് പറയുന്ന സ്ഥാപനം. അതിനേക്കാൾ ഉപരി നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എനിക്കിവിടെ ഒരു ഫാമിലി ഫീൽ കിട്ടാറുണ്ട്. പലപ്പോഴും അതൊരു പറച്ചിൽ മാത്രമാണെങ്കിൽ സൈലം ലേണിങ്ങിൻ്റെ കാര്യത്തിൽ അതൊരു പറച്ചിലല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. നമുക്കൊരു ഫാമിലി ഫീലിംഗ് കിട്ടുന്നു എന്ന് പറയുമ്പം ചുമ്മാതൊരു ഹായ് ബൈയോ ചുമ്മാതെ നമ്മളെ നോക്കിച്ചിരിക്കുന്ന കുറച്ച് മുഖങ്ങളോ അല്ല സൈലം ലേണിങ്ങിലുള്ളത്. പഞ്ചിങ് മെഷീനിൽ വന്ന് പഞ്ച് ചെയ്തിട്ട് ആ ഗേറ്റ് കയറി ഇങ്ങോട്ട് വരുന്ന സമയം തൊട്ട് നമ്മുടെ ഫ്ലോറിലേക്ക്, അല്ലെങ്കിൽ ഞങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ റൂമിലേക്ക് പോകുന്നിടം വരെ, അല്ലെങ്കിൽ ക്ലാസ് റൂമിലേക്ക് പോകുന്നിടം വരെ നമ്മൾ ഒരുപാട് ഫേസുകൾ കാണും. അത് അങ്ങ് ഫ്രണ്ടിൽ നിൽക്കുന്ന സെക്യൂരിറ്റി ചേട്ടൻ തുടങ്ങി താഴെ നമ്മുടെ ക്യാമ്പസ് മാനേജറായിട്ട് നിൽക്കുന്ന അനിലേട്ടൻ, പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നല്ല കുറേ മെൻറ്റേഴ്സ്, ഇതൊന്നുമല്ലാതെ റിസപ്ഷനിലിരിക്കുന്ന നമ്മുടെ സ്റ്റാഫ്, ഇവരുടെ എല്ലാം വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള, നമ്മളൊരു അധ്യാപകനാണെന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മളെ നോക്കി ചിരിക്കുന്ന കുറേ നല്ല മുഖങ്ങൾ കണ്ടേച്ച് തന്നെയാണ് ഞങ്ങൾ എല്ലാ ദിവസവും ക്ലാസ്സിലേക്ക് പോകാറ്. അപ്പോൾ അത് മാത്രമല്ല, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ കൊളീഗ്സ് എന്നുള്ളതിനേക്കാൾ ഉപരി എനിക്ക് വളരെ ആത്മാർത്ഥമായിട്ട് എൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയാൻ പറ്റും. നമ്മളെ വളരെ സ്നേഹത്തോടെ, വളരെ കരുതലോടെ ചേർത്ത് പിടിച്ച് നിർത്തുന്ന കുറേ നല്ല സുഹൃത്തുക്കളാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റും. പിന്നെ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം നല്ല രീതിയിൽ മനസ്സിലായൊരു കാര്യം, ഞാനൊരു BTech ഗ്രാജുവേറ്റാണ്. പക്ഷേ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അധ്യാപകരെന്ന് പറഞ്ഞാൽ MTechകാരുണ്ട്, PhDക്കാരുണ്ട്, JRF ഉള്ളവരുണ്ട്, നെറ്റ് സെറ്റ്, അങ്ങനെ
വളരെ നല്ല ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ആ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. കാര്യം എല്ലാവരും ഒരേപോലെ എന്നൊരു മനോഭാവം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കൾ കാണിക്കാറുണ്ട്. അതൊരു വലിയ അഡ്വാൻറ്റേജാണ്. പിന്നെ നമ്മൾ എത്ര വർക്ക് ചെയ്താലും ഏതൊരു അധ്യാപകനും വേണ്ട ഒരു കാര്യമാണ് ഡെയിലി പ്രിപ്പറേഷൻസ്. അതെന്തായാലും വേണം. നാളെ ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. നമ്മൾ ഒരു ബുക്ക് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുതിയ ക്വസ്റ്റ്യൻ കാണുമ്പോൾ, അല്ലെങ്കിൽ പുതിയൊരു കോൺസെപ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് എന്തായാലും ചെറിയ ചെറിയ ഡൗട്ടുകൾ വരും. പണ്ടൊക്കെ ഞാനിത് ആലോചിച്ചിട്ടുണ്ട്, ഇത് ആരോട് പോയി ചോദിക്കും. ചിലപ്പോൾ ടെക്സ്റ്റുകൾ വായിക്കും, ചിലപ്പോൾ യൂട്യൂബിൽ ക്ലാസ്സസ് റെഫർ ചെയ്യാറുണ്ട്, ഏതെങ്കിലുമൊക്കെ ബുക്കുകൾ റെഫർ ചെയ്യും. പക്ഷേ എല്ലാം ഒന്നും നമുക്ക് 100% ക്ലാരിറ്റി വരണം എന്ന് നിർബന്ധമില്ല. ഇത് പോയി ചോദിക്കാനോട്ട് ആരോടും മടിയുമായിരുന്നു. സൈലൻറ്റ് ലേണിങ്ങിൽ വന്നതിന് ശേഷം നമുക്കുണ്ടായ ഒരു അഡ്വാൻറ്റേജ്, ഈവൻ ഞങ്ങളുടെ അധ്യാപകരുടെ ഇടയിൽ പോലും വാട്സാപ്പിൽ ഞങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഞങ്ങളുടെ ഫിസിക്സ് ടീച്ചേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഞങ്ങൾക്ക് അതിൽ ജസ്റ്റ് ഒരു ക്ലിക്കിലൊരു ഫോട്ടോ എടുത്തിട്ടൊരു ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റോ നമ്മളൊരു ഫോട്ടോ എടുത്ത് ആ ഗ്രൂപ്പിലേക്ക് ഇടുന്നു, ചോദിക്കുന്നു, ഇതിൻ്റെ കോൺസെപ്റ്റ് ആരെങ്കിലും ഒന്ന് ക്ലിയർ ആക്കി തരാമോ, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇത് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കാൻ പോലും നമുക്കിവിടെ പറ്റാറുണ്ട്. അതൊക്കെ വലിയൊരു ഫ്രീഡമാണ്. ഈ ഫ്രീഡമാണ് റൈറ്റ് നൗ ഞാൻ ഈ സൈലം ലേണിങ്ങിൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ സർക്കംസ്റ്റാൻസസ്, നമ്മുടെ ചുറ്റുപാട് നന്നായി കഴിയുമ്പം നമുക്ക് വർക്ക് ചെയ്യാനുള്ളൊരു ഫ്രീഡം കൂടുമ്പോൾ, നമുക്ക് എന്തും ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം കിട്ടുമ്പം, സത്യം പറഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് യൂട്ടിലൈസ് ചെയ്തിട്ട് അതിൻ്റെ പ്രൊഡക്ടിവിറ്റി അത് ക്ലാസ്സിൽ നമ്മൾ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ഒട്ടും തന്നെ വർക്ക് പ്രഷർ ഇല്ലാതെ വളരെ റിലാക്സ്ഡ് ആയിട്ട്, കാമായിട്ട്, കൂളായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുന്നു. അതായത് നമ്മൾ നമ്മുടെ ഒരു സ്വന്തം സ്ഥാപനത്തിലേക്ക് കയറി ചെല്ലുന്നതല്ല, ജോലി ചെയ്യാൻ വരികയല്ല, എനിക്ക് തന്നിരിക്കുന്ന ഒരു ഉത്തരവാദിത്തം ചെയ്യാൻ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു എന്നതുപോലെ തന്നെ സൈലത്തിലേക്ക് പോകാൻ പറ്റുന്നു എന്നതാണ് എനിക്ക് സൈലത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇതിനേക്കാളൊക്കെ ഉപരി ആൻഡ് ഫൈനലി എനിക്ക് പറയാനുള്ളത് സൈലത്തിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പോലും പറയാൻ പറ്റത്തില്ല. കാര്യം നമ്മുടെ ഡയറക്ടേഴ്സിനെ എടുത്താൽ, ഇതിനു മുമ്പൊക്കെ ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനങ്ങളിൽ നമുക്കിപ്പോൾ ഒരു ആവശ്യത്തിന്, അതൊരു പേഴ്സണൽ കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ പ്രൊഫഷണൽ എന്തുമായിക്കോട്ടെ, ഏത് റിലേറ്റ് ചെയ്തിട്ടൊരു കാര്യം സംസാരിക്കണമെങ്കിലും ചിലപ്പോൾ നമുക്ക് കാത്തു നിൽക്കേണ്ടി വരും, ചിലപ്പോൾ അവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഒരു ദിവസമോ 2 ദിവസമോ കാണാൻ പറ്റിയില്ലെന്ന് വരും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനു മുമ്പൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ സൈലം ലേണിങ്ങിൽ എത്തിയതിന് ശേഷം ഒരൊറ്റ ഫോൺ കോളിൽ വേറെ ആരിലേക്കും പോകണ്ട, നമുക്ക് ഡയറക്ടേഴ്സിലേക്ക് ചെല്ലാൻ പറ്റുകയാണ്. അല്ലെങ്കിൽ അവരുടെ റൂമിലേക്ക് ഒന്ന് നോക്കിയ പോലും വേണ്ട, ആ ഒരു ഫോർമാലിറ്റി പോലും നമുക്കിവിടെ വേണ്ട. ഡയറക്റ്റ് എൻട്രി, അവരെ നേരിട്ട് കാണുന്നു, നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കുന്നു. എസ്പെഷ്യലി എനിക്ക് എടുത്ത് പറയാനുള്ളത്, എൻ്റെ ഒരു മുതിർന്ന സഹോദരനെ പോലെ ഞാനിവിടെ കാണുന്ന LK, നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ, അദ്ദേഹമായിട്ട് എനിക്ക് പേഴ്സണലി വളരെ അടുപ്പമുള്ളൊരു മനുഷ്യനാണ്. കാരണം എനിക്ക് തോന്നുന്നു ടീച്ചേഴ്സ്, അക്കാഡമിക്സ് അല്ലാതെ അതർ ദാൻ നമ്മുടെ ടീച്ചേഴ്സിനെ കുറച്ചുകൂടെ, ടീച്ചേഴ്സിൻ്റെ ക്ഷേമമൊക്കെ അന്വേഷിച്ച് ഏറ്റവും കൂടുതൽ നമ്മളോട് മിങ്കിൾ ചെയ്യുന്ന ആൾക്കാർ, ഡയറക്ടേഴ്സിൽ എനിക്ക് തോന്നുന്നു ഒരാൾ LK തന്നെയാണ് നമ്മളോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത്. ബിക്കോസ് മറ്റുള്ള ഡയറക്ടേഴ്സിന് വേറെ തിരക്കുകൾ ഒരുപാടുള്ളവർ തന്നെയാണ്. LKയ്ക്കും തിരക്കുകളുണ്ടെങ്കിൽ പോലും പേഴ്സണലി നമ്മളോടുള്ളൊരു അടുപ്പവും കാരണം ഏത് സമയത്തും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലാനും നമ്മുടെ പ്രശ്നങ്ങൾ സംസാരിക്കാം, നമ്മൾക്കുള്ള ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഇവിടെ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കാം. അതായത് അപ്രോച്ചബിൾ ആവുക എന്ന് പറയുമല്ലോ, അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. സോ സൈലൻറ്റ് ലേണിങ്ങിനൊപ്പം ഇനിയും അങ്ങോട്ടും യാത്ര തുടരാൻ ഞാനും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.